എൻ്റെ പേര് സുബിഷ ബാലകൃഷ്ണൻ. ഞാൻ DBHPS കോളേജിൽ നിന്നാണ് വരുന്നത്, BEd കോളേജിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ് വളരെയധികം നന്നായിരുന്നു. സാറ് പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള വഴികളിൽ നമുക്ക് വളരെയധികം ഫലപ്രദമായ ഒരു കാര്യമാണ്. അതിൽ സാറ് പറഞ്ഞ കാര്യം ടൈം മാനേജ്മെൻറ്റ്, ഒരു സമയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നു. സാറിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഗീതു. ഞാൻ നീലേശ്വരം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ മദ്രാസ് യൂണിവേഴ്സിറ്റി കോളേജിന് കീഴിലെ BEd കോളേജിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീധരൻ മാഷ് ഒരു 2.5 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. നമ്മുടെ വ്യക്തിത്വ വികസനവും കൂടാണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ചിട്ടവട്ടങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞിരുന്നു. കൂടാതെ മാഷ് പറഞ്ഞ എനിക്ക് ഏറ്റവും എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, മാഷ് പറഞ്ഞു നമ്മൾ നമ്മുടെ സന്തോഷം കൂടാണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ കൂടെപ്പിറപ്പുകളെയും കൂടാണ്ട് നമ്മളെ സുഹൃത്ത് വലയങ്ങളെയും അവരെല്ലാം സന്തോഷമായിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ, നമ്മൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. താങ്ക് യു സർ. എൻ്റെ പേര് ദേവിക. ഞാൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ നീലേശ്വരം BEd കോളേജിൽ നിന്നാണ് വരുന്നത്. ഇന്നിവിടെ ശ്രീധരൻ സാർ എടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ പോയിൻറ്റും വളരെ ഫലപ്രദമാണ്, ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ഈ അതർനെസ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാണ്ടാക്കിയിട്ട് നമ്മൾ എന്നുള്ളതും മറ്റുള്ളവരെന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ട് ഒരു വലിയൊരു കോൺസെപ്റ്റ്, അതൊരു എന്താ പറയുക ജീവിത പാഠം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയും. എൻ്റെ പേര് സുഷ്യ. ഞാൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ നീലേശ്വർ ശാഖയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ശ്രീധരൻ സാറിൻ്റെ വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ആത്മകേന്ദ്രിതമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് ഇതിലൂടെ ഒരുപാട് റിലാക്സേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. അതുപോലെ എന്താ പറയുക, ഒരു തരത്തിലും എന്താ പറയുക മടുപ്പ് തോന്നിക്കാത്ത രീതിയിലായിരുന്നു സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പറയാനുണ്ട്, പക്ഷേങ്കിൽ എന്നാലും ഇത്ര വാക്കിൽ ഞാൻ നിർത്തുവാണ്. എൻ്റെ പേര് അനക. ഞാൻ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ BEd വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ കുറേ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമായി തോന്നി ഈ ക്ലാസ്. നല്ല രീതിയിലാണ് സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും. അതുപോലെ തന്നെ ലാസ്റ്റുള്ള മെഡിറ്റേഷൻ നമ്മളൊരു വേറൊരു ലോകത്തിലേക്ക് നമ്മുടെ മനസ്സിനൊരു ക്ലിയർ ആയിട്ട് പോകുന്ന രീതിയിലാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് ജിജിന. ഞാൻ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ കോളേജിൽ നിന്നും BEd ചെയ്യാണ്. നമ്മളെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞത് നല്ലൊരു ഭാഗ്യവും നല്ലൊരു അനുഭവമായിട്ട് തോന്നി. മാഷ ക്ലാസ് നല്ലോണം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ചുറ്റുപാടും നമ്മളെക്കുറിച്ച് തന്നെയാണ് ഉള്ളൊരു ക്ലാസ് ആയിരുന്നു. വളരെ നന്നായിട്ട് മാഷത് കൈകാര്യം ചെയ്തു. വളരെ സന്തോഷമായി. എൻ്റെ പേര് ശ്വേത. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയിലെ BEd വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ്സിലിരുന്ന് ഏറ്റവും ഭംഗിയായി തോന്നിയൊരു വിഷയം എപ്പോഴും കേൾക്കുന്നതാണ്, കുട്ടികൾക്ക് ഉള്ള ഒരു പരാതിയായിട്ട് അധ്യാപകർക്ക് പക്ഷപാതം എന്നുള്ളത്. അത് സാറ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതായത് കുട്ടികൾക്ക് നമ്മളൊരു ടീച്ചറായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അതിന് നമ്മൾ കൊടുക്കുന്ന പ്രതികരണമാണ് ആ ഒരു സോഫ്റ്റ് ടച്ചോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മന്ദസ്മിതമോ. അപ്പോൾ അതിനെ മറ്റു കുട്ടികൾ അളന്ന് തൂക്കി അതിനൊരു പക്ഷപാതം എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് സാർ നന്നായി വ്യാഖ്യാനിച്ചു തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളൊരു ടീച്ചറായി ഇരിക്കെ നമുക്കത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു വലിയൊരു സന്തോഷം.